ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ബിഗ് ബോസിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് എങ്ങനെ വോട്ട് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്ന ഒന്ന് രണ്ട് പ്രേക്ഷകരെ എൻ്റെ അടുക്കൽ കമൻറ്റായി ചോദിച്ചു, വോട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല, അതെങ്ങനെയാണെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഹോട്ട്സ്റ്റാർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഹോട്ട്സ്റ്റാർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ശേഷം അത് ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ വരും. ഇവിടുന്ന് നമുക്ക് മലയാളം സെലക്ട് ചെയ്യണം, എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കണം. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇത്തരത്തിൽ സെർച്ചിൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ മലയാളം ബിഗ് ബോസ് എടുക്കാം. പക്ഷേ വോട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. ഇതിൻ്റെ അക്കൗണ്ട് എടുത്തെങ്കിൽ മാത്രമേ വോട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതിനായിട്ട് താഴെ റൈറ്റ് സൈഡിലുള്ള മൈ സ്പേസ് എന്ന് പറഞ്ഞാൽ ഇതിൽ സെലക്ട് ചെയ്താൽ നമുക്ക് അവിടുന്ന് നമ്മുടെ മൊബൈൽ നമ്പർ അടിച്ച് വെരിഫിക്കേഷൻ ചെയ്ത് OTP എടുത്ത് നമുക്ക് അതിൽ അക്കൗണ്ട് എടുക്കാം. അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇതിനകത്തിൽ വോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ റൈറ്റ് സൈഡിലുള്ള ആ ഒരു ഓപ്ഷനിൽ മൈ സ്പേസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ സെലക്ട് ചെയ്യുക. അങ്ങനെ സെലക്ട് ചെയ്താൽ ഇവിടെ ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. ഈ ലോഗിൻ സെലക്ട് ചെയ്താൽ നമുക്ക് നമ്മുടെ ഫോൺ നമ്പർ കൊടുത്തിട്ട് OTP വെരിഫൈ ചെയ്താൽ നമുക്കിതിൽ അക്കൗണ്ട് എടുക്കാം. ഫോൺ നമ്പർ കൊടുക്കുന്നു, OTP വരുന്നു, അത് വെരിഫിക്കേഷൻ ചെയ്യുന്നു. ശേഷം നമ്മുടെ പേര് കൊടുക്കണം, നമ്മുടെ ഏജും കൊടുക്കണം, നമ്മുടെ മെയിൽ ഓർ ഫീമെയിലും കൊടുക്കണം. ഇത്രയും കൊടുത്ത ശേഷം കണ്ടിന്യൂ കൊടുക്കുക. അങ്ങനെ കണ്ടിന്യൂ കൊടുത്താൽ നമ്മുടെ പ്രൊഫൈൽ അവിടെ ക്രിയേറ്റ് ആവുന്നതായിരിക്കും. ശേഷം വീണ്ടും നമ്മൾ ബാക്ക് ബട്ടണോ അല്ലെന്നുണ്ടെങ്കിൽ ആ സെർച്ചിൻ്റെ ഓപ്ഷനോ സെലക്ട് ചെയ്താൽ നമുക്ക് ബിഗ് ബോസിൻ്റെ പേജ് കാണാം. ആ പേജ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് വോട്ട് ചെയ്യാം. ഞാനത് കാണിച്ചു തരാം. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ താഴെയായിട്ട് സെർച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഈ സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് ബിഗ് ബോസിൻ്റെ പേജ് വരും. ആ ഒരു പേജ് സെലക്ട് ചെയ്യണം. വന്നില്ലെങ്കിൽ മുകളിൽ ബിഗ് ബോസും സെർച്ച് ചെയ്താൽ അത് വരുന്നതായിരിക്കും. അങ്ങനെ അത് വന്നു കഴിഞ്ഞാൽ ആ ഒരു ബിഗ് ബോസിൻ്റെ ലാലേട്ടൻ്റെ പടമുള്ള ഒരു ഇത് കാണും. അതിലൊന്ന് സെലക്ട് ചെയ്യണം. അത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ എപ്പിസോഡ് കാണാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഇവിടെ താഴെയായിട്ട് വോട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. ഈ വോട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ സെലക്ട് ചെയ്യണം. അപ്പം നോമിനേഷനുള്ള ആളുകളുടെ ലിസ്റ്റ് വരും. എത്ര പേരുണ്ട്, ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്ക് വോട്ട് ചെയ്യാം. ഇപ്പം ഞാൻ ഇവിടെ ജസ്റ്റ് ഒരാൾക്കൊന്ന് വോട്ട് ചെയ്ത് കാണിക്കാം. ഞാൻ ബിഗ് ബോസിൻ്റെ ഫാനല്ല, എന്നാലും ബിഗ് ബോസിൻ്റെ ഞാൻ ജസ്റ്റ് ഒന്ന് വോട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാനായിട്ടൊരു വോട്ട് ചെയ്ത് കാണിക്കാം. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരെന്ന് നോക്കിയിട്ട് ഒറ്റ വോട്ട് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ ഓരോ വോട്ട് മാത്രം ചെയ്യുക. അന്നത്തെ വോട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ദിവസം മാത്രമേ വോട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ആ വോട്ട് ഡൺ ആയിട്ടുണ്ട്. ഇനിയും വീണ്ടും ആ ഒരു വോട്ടെന്ന് പറഞ്ഞ ഓപ്ഷനിൽ സെലക്ട് ചെയ്താൽ നമ്മൾ സെലക്ട് ചെയ്ത ആൾക്ക് തന്നെ ആ ഒരു വോട്ട് സെലക്റ്റായി കിടക്കുന്നതായിട്ട് കാണാം. ഇനി നമുക്ക് മാറ്റി ചെയ്യാനോ അല്ലെങ്കിൽ വീണ്ടും വേറെ ചെയ്യാനോ സാധിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് ബിഗ് ബോസിൽ വോട്ട് ചെയ്യേണ്ടത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.